കള്ളപ്പണ കേസിലെ അനുബന്ധ കുറ്റകൃത്യങ്ങൾ കൂടി കേന്ദ്ര ഏജൻസികളെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്ന ഓപ്പറേഷൻ സന്ദേശ് ഖാലി മാതൃക CMRL എക്സാലോജിക് കേസിലും പ്രയോഗിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു. ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ 2024 ജനുവരിയിൽ റേഷൻ കുംഭകോണം അന്വേഷിക്കാനെത്തിയ ED സംഘം ആക്രമിക്കപ്പെട്ടപ്പോൾ കേസിലെ പ്രതികളെ അടിമുടി പൂട്ടാൻ ആവിഷ്കരിച്ച അന്വേഷണ രീതിയാണ് മാതൃകയായത്. PMLA പ്രകാരം അന്വേഷണം നടക്കുന്ന കേസിൽ കണ്ടെത്തുന്ന ആദായ നികുതി വെട്ടിപ്പ്, അഴിമതി, UAPA കുറ്റങ്ങൾ എന്നിവ അന്വേഷിക്കാൻ ഒരേ സമയം ആദായ നികുതി വകുപ്പും CBIയും NIAയും എത്തുന്ന രീതിയാണ് ഇത്. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികളും റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന രേഖകളും അതാത് ദിവസം പരിശോധിക്കാൻ കോർ ടീമിനെ നിയോഗിക്കും. 3 ഏജൻസികളെ നേരിടാൻ ഒരിക്കലും ടീം പിണറായിക്ക് കഴിയില്ല. കൊച്ചി ഓഫീസിൽ നടന്ന യോഗത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീൻ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ED അന്വേഷണത്തിനെതിരെ കരിമണൽ കമ്പനിയായ CMRLനോട് ഹർജി നൽകാൻ നിർദ്ദേശിച്ചത് വീണ വിജയനാണെന്നും ഇതാണ് തന്ത്രപരമായ പിഴവിന് കാരണമെന്നുമാണ് റിപ്പോർട്ട്. മന്ത്രിസഭ പോയതോടെ നിരായുധനായ പിണറായി വിജയന് കോടതി വിധിയിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ CMRL പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് വീണയെയാണ്. CMRLന്റെ ഹർജിയാണ് തള്ളിയതെങ്കിലും അന്വേഷണത്തിന്റെ കുന്തമുന നീളുന്നത് വീണയിലേക്കാണ്. ഫലത്തിൽ വീണയുടെ വിധി അവർ തന്നെ അനുഭവിക്കണം. ഹർജി ഹൈക്കോടതി തള്ളിയെങ്കിലും വീണയിലേക്ക് എത്താനുള്ള EDയുടെ വഴി തെളിഞ്ഞതിൽ CPM ആശങ്കയിലാണ്. പുറത്തുയർത്തുന്ന വാദങ്ങൾ കോടതികൾ അംഗീകരിക്കുന്നില്ലെന്നും ബോധ്യമായ സ്ഥിതിക്ക് പിണറായി വിജയന്റെ വീട്ടിലെത്തിയ EDയെ എതിർത്ത തീവ്രതയിൽ വീണയെ പ്രതിരോധിക്കാൻ CPM തയ്യാറാവില്ല. വേണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി. ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് വിധിയിൽ വീണയ്ക്കെതിരെ പരാമർശമുണ്ടായപ്പോൾ വീണയെ കേൾക്കാതെയുള്ള വിധിയെന്നായിരുന്നു CPMന്റെ ന്യായവാദം. ഹൈക്കോടതിയുടെ പച്ചക്കൊടി ലഭിച്ച ED വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ എതിർക്കാനുമാകില്ല. എന്നാൽ CMRL എക്സാലോജിക് ഇടപാടിന് അപ്പുറം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ ED ഉന്നമിട്ടാൽ പാർട്ടി പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. വീണയും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ പിണറായി വിജയനുമായി ബന്ധപ്പെടുത്താൻ വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഉണ്ടായ ശ്രമം പരാജയപ്പെട്ടതാണ് CPMന്റെ ആയുധം. കേന്ദ്ര ഏജൻസികളുടെ റിപ്പോർട്ടിൽ ഇതുവരെ പിണറായി വിജയന്റെ പേര് ആരോപണ രൂപത്തിൽ പരാമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിനെതിരെ കണ്ടെത്തലുകളുമില്ല. 2015 തുടങ്ങിയ മകളുടെ കമ്പനിക്ക് 50 ലക്ഷം രൂപ കടമായും 2.78 കോടി രൂപ പ്രതിഫലമായും കർത്തായും സംഘവും നൽകിയത് പിതാവിന്റെ സ്വാധീനശേഷി ഉപയോഗപ്പെടുത്താനാണ് എന്ന സംശയമുണ്ടായാൽ അപ്പോഴും എന്തെങ്കിലും വഴിവിട്ട സഹായം നൽകിയെന്നതിന് ശക്തമായ തെളിവ് കണ്ടെത്തേണ്ടി വരും. വരും ദിവസങ്ങളിൽ CMRL കമ്പനി മാനേജ്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും എടുക്കുന്ന മൊഴികളാണ് ഇക്കാര്യത്തിൽ നിർണായകം. വീണ ഇടനിലക്കാരിയാണെന്നും കൈക്കൂലി പിണറായിക്ക് വേണ്ടിയാണെന്നും BJP നേതാവ് ഷോൺ ജോർജ് ആരോപിച്ചു കഴിഞ്ഞു. ഇതാണ് പിണറായിക്ക് വിനയാവാൻ പോകുന്നത്. ചെയ്ത സേവനത്തിനാണ് വീണ പ്രതിഫലം വാങ്ങിയതെന്നും നികുതി അടച്ച പണം എങ്ങനെ കള്ളപ്പണമാകുന്നു എന്നുള്ള വീണയ്ക്കായി പ്രതിരോധം ഇപ്പോഴും ഉയർത്തുന്നുണ്ടെങ്കിലും ഇന്നലെയോടുകൂടി ഇക്കാര്യത്തിൽ അല്പം മയപ്പെട്ടിട്ടുണ്ട്. അവരുടെ ബിസിനസ് ഇടപാട് സംബന്ധിച്ച് അവർ വ്യക്തത വരുത്തട്ടെ എന്ന നിലപാടിലേക്ക് ഏറെക്കുറെ എത്തിയെന്നും സൂചിപ്പിക്കുന്നതാണ് AK ബാലൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. വീണയെ തേടി വന്ന EDക്കെതിരെ വീടിനു മുൻപിൽ നടത്തിയ ആക്രമ സമരം കൈവിട്ടുപോയെന്ന വികാരം ഒരുപറ്റം നേതാക്കൾക്കുണ്ട്. ED റെയ്ഡിനെതിരായ സമരം LDF നേതാവായ പിണറായിയുടെ വീട്ടിൽ 8 മണിക്കൂർ പരിശോധന നടത്തിയതിനായിരുന്നു എന്നും CMRL എക്സാലോജിക് ഇടപാട് തങ്ങളുടെ വിഷയമല്ലെന്നും CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ല എന്ന് ഒരിക്കൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാക്ഷ്യപത്രം നൽകിയ വീണയും CMRLുമായുള്ള സാമ്പത്തിക ഇടപാട് CPMനെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ED തന്നോടല്ല മകളോടാണെന്ന് ചോദ്യങ്ങൾ ചോദിച്ചതെന്നും പിണറായി വിജയൻ സമ്മതിച്ചു കഴിഞ്ഞു. CMRL നൽകിയ 2.78 കോടി രൂപയ്ക്ക് അനുയോജ്യമായ സേവനം നൽകിയിട്ടില്ലെന്നും വീണ തന്നെ നൽകിയ മൊഴിയിൽ വ്യക്തവുമാണ്. നേതാക്കൾ ന്യായീകരിച്ച് കുഴഞ്ഞതും അണികൾ തെരുവിലിറങ്ങുന്നതും പിന്നെന്തിനാണെന്ന ചോദ്യം ബാക്കി. വീണയ്ക്കെതിരെ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ വിധി വന്നപ്പോൾ അവരുടെ ഭാഗം കേൾക്കാതെയുള്ള വിധിയാണെന്നായിരുന്നു CPMന്റെ ന്യായം. എന്നാൽ SFIO ഒന്നിലേറെ തവണ വിളിച്ചു വരുത്തുകയും വിശദീകരണം കേൾക്കുകയും ചെയ്ത ശേഷമാണ് പ്രതിപട്ടികയിൽ വീണയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ED ഇപ്പോൾ വന്നതാകട്ടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന CMRLന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ നിയമപരമായ മാർഗങ്ങൾ ഉള്ളപ്പോൾ എന്തിന് പാർട്ടി തലയിലേറ്റണം?
പാർട്ടി നേതാക്കളുടെ മക്കളോ ബന്ധുക്കളോ പ്രശ്നങ്ങളിലോ കേസുകളിലോ പെട്ടാൽ അവർ തന്നെ അത് നേരിടുകയും പരിഹാരം കണ്ടെത്തുകയും വേണമെന്ന നയം പിണറായിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ബാധകമല്ല? VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ വിജിലൻസ് കേസുകളിൽ പെട്ടപ്പോൾ പിണറായി വിജയൻ സെക്രട്ടറി ആയിരുന്ന പാർട്ടി ആ നിലപാടാണ് എടുത്തത്. ബംഗാളിൽ ജ്യോതിസ് ബസുവിന്റെ മകൻ ചന്ദൻ ബസു ഭൂമിയിടപാടിൽ പ്രതിപട്ടികയിൽ വന്നപ്പോഴും അതുതന്നെയാണ് എടുത്തത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ വിവാദത്തിൽപ്പെട്ടപ്പോഴും കൈയൊഴിയുന്ന പ്രതികരണമാണ് പിണറായി നടത്തിയത്. ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ വിധിയിൽ പിണറായിയുടെ പേര് പറയാതെയുള്ള പരോക്ഷ പരാമർശം ബോധപൂർവം അദ്ദേഹത്തെ കേസിലേക്ക് വലിച്ചിഴയ്ക്കാനാണെന്ന ന്യായം പറഞ്ഞാണ് പാർട്ടി ഇറങ്ങി തുടങ്ങിയത്. പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള SFIO അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ED അന്വേഷണം ആരംഭിച്ചത്.